കുടുംബ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കടന്നുപോയ ആഴ്ചയിൽ ദൈവം കൂട്ടിച്ചേർത്ത ഭാര്യാഭർത്തൃബന്ധം ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പോകണമെന്നും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ അന്യോന്യം ജീവിത പങ്കാളികൾ അനുഗ്രഹമായി കാണണമെന്നും നാം കണ്ടു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ജീവിതബന്ധിയായ ഒരു നേർക്കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? അവരിപ്പിങ്ങെത്തും. എത്തട്ടെ, അതിനെനിക്കെന്താ? കല്യാണമേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് വല്ലതും പറഞ്ഞ ഇവിടെ ആരെങ്കിലും കേക്കോ? എന്നിട്ട് ഏതോരത്തിനെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കേ. മൂക്കി പല്ല് കെടുത്തു, എന്നിട്ടും കല്യാണം വേണ്ടാന്ന്. നീ എന്താ മടത്തി ചേരാൻ പോവാണോ? ഞാൻ മഠത്തിലും പോകുന്നില്ല, സെമിനാരിയിലും പോകുന്നില്ല. എനിക്ക് കല്യാണമേ വേണ്ട, അത്രേ ഉള്ളൂ. ഇവള് പിന്നെ ആരെ കാണാനാടി അവര് വരുന്നത്? എന്നെയോ? എന്നാ പിന്നെ അമ്മയെ തന്നെ കണ്ട് അവര് പൊയ്ക്കോട്ടെ. ഞാൻ പെണ്ണ് കാണലിന് വേണ്ടി നിന്ന് തരില്ല, അതുറപ്പാ. ആഹാ, അനാവശ്യം പറയുന്നോ? നിന്നെ ഞാൻ ഈ അമ്മയുടെയും മോളുടെയും വഴക്ക് ചന്ത വരെ കേൾക്കാനാ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അപ്പനോടും അമ്മയോടും മനസ്സിലാവുന്ന ഭാഷയിലല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന്. 10 ഗുണം 10 ഗുണം വളർത്തുദോഷത്തിന്റെ ഫല. മാത്താൻ കൂത്തിയ കുമ്പളുണ്ടാവില്ലല്ല. അതെ, ഈ വിത്ത് പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല, നിങ്ങളുടെ വന്യ. മക്കളെ വളർത്താൻ നേരത്തെ നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? നിങ്ങളുടെ കുടുംബക്കാരുടെ മൂശേട്ട സ്വഭാവവും വാശിയും അതുപോലെ കിട്ടിയിട്ടുണ്ട് മോക്ക്. ആഹാ, നിന്റെ വീട്ടുകാരുടെ ഗുണവിധാരം ഒന്ന് എന്നോട് പറയണ്ടേ. മാന മര്യാദക്ക് കല്യാണം കഴിച്ചു പോയ ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോടി? ഒളിച്ചോടാനായിരിക്കും അവളുടെ പ്ലാൻ. അതവള് കല്യാണം വേണ്ടെന്ന് പറയണേ. ദേ മനുഷ്യ, എന്നെ കൊണ്ട് പഴംപുരാണം വിളപ്പിക്കരുത്. പറയടി, പറയേ, കേൾക്കട്ടെ. എനിക്കും ഉണ്ടടി ചിലത് പറയാൻ. ഒന്ന് നിർത്തുന്നുണ്ടോ? 28 വർഷമായി ഞാൻ അനുഭവിക്കുന്നേ നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്കും വാശിയും. എനിക്ക് പേടിയാ കുടുംബജീവിതം. കുടുംബജീവിതം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നത് നിങ്ങൾ തമ്മിലുള്ള വഴക്ക. ഈ ഭൂമിയിൽ ഇനിയൊരു നരകം വേണ്ട, ഇത് മതി. ആദ്യം നിങ്ങൾ നന്നായി ജീവിച്ചു കാണിക്ക്, എന്നിട്ട് മതി എന്റെ കല്യാണം. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ ചിത്രീകരണത്തിലെ പുകിലുകൾ എത്രയുണ്ട് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മകൾ വിവാഹത്തിന് തന്നെ നിർബന്ധിക്കുന്ന മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു. മാതാപിതാക്കൾ അവളെ പഴിക്കുന്നു. യുദ്ധക്കളം പോലെ ആയിരിക്കുന്നു ആ കുടുംബം. നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയ സഹോദരരെ, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതുതലമുറയ്ക്ക് മാർഗദീപം കാട്ടിക്കൊടുക്കേണ്ടത്, നല്ല മാതൃക കൊടുക്കേണ്ടത്
മാതാപിതാക്കൾ തന്നെയാകണം. ഇത് പറയുമ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് എൻ്റെ ശ്രദ്ധ ഞാൻ തിരിക്കും. ഈ ഒരു പൗരോഹിത്യം സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എനിക്ക് മാതൃക നൽകിയിട്ടുള്ള വൈദികരാണ്. എൻ്റെ ഇടവകയിലും എൻ്റെ രൂപതയിലും ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ അവർ തങ്ങളുടെ നല്ല വാക്കിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും എനിക്ക് നല്ല മാതൃക നൽകിയിട്ടുണ്ട്. ആ മാതൃക ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചെങ്കിൽ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് ഉൾപ്രേരണ എപ്പോഴും ഈ ഒരു വിവാഹ ജീവിതം നയിച്ച് മുമ്പോട്ട് പോയ ദമ്പതികൾ തന്നെയാവണം, പ്രത്യേകിച്ച് ആ മക്കളുടെ മാതാപിതാക്കൾ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു സംഭവം ഓർമ്മിക്കും. ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ശുശ്രൂഷ ചെയ്ത ഒരു കൊച്ചു പള്ളിയിലുണ്ടായ അനുഭവമാണ്. 100-ൽ താഴെ വീടുകളുള്ളൂ ആ ഇടവകയിൽ. അതുകൊണ്ട് എല്ലാവരോടും നല്ല ബന്ധമാണ്. ആ കുടുംബത്തിൽ മക്കൾ 3 പേരാണ്. 2 പെൺകുട്ടികളും ഒരാണും. ഈ 3 മക്കളോടും നല്ല ബന്ധമായിരുന്നു ഈ മാതാപിതാക്കൾക്ക് എന്ന് പറയാനാവില്ല. ഈ 3 മക്കളും വലിയ വിഷമത്തിലായിരുന്നു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഓർക്കുന്നുണ്ട്, ചിലപ്പോൾ ഒക്കെ ഈ മക്കൾ അതിരായിക്ക് എന്നെ ഫോൺ ചെയ്യും. അച്ഛാ, വീട്ടിലേക്കൊന്ന് ഓടി വരണം, ചാച്ചനും അമ്മയോ വലിയ വഴക്കാ. ഞാൻ അങ്ങനെ പാതിരായിക്ക് ഈ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ചോ, നിങ്ങൾക്ക് സഭയിൽ വലിയ ക്രമീകരണമൊക്കെ ഉള്ളതല്ലേ, ഇവരുടെ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ മേലെ, ഇവരെ വല്ലൊരു ധ്യാനത്തിന് വിടാൻ മേലെ. ഞാൻ പലപ്പോഴും ചൂളിപ്പോയിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുന്നു. ഏതായാലും അടുത്ത ഇടയ്ക്ക് ഈ കുടുംബനാഥനും നാഥയും കൂടെ എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? എന്നോട് പറഞ്ഞു, മക്കൾ 2 പേരും ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലാതെ അവരുടേതായ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഈ 2 മക്കളും അക്രൈസ്തവ യുവജനങ്ങളുമായിട്ടുള്ള പരിചയത്തിലേക്ക് പോയി. അവരത്തരത്തിൽ സഭ ആഗ്രഹിക്കാത്ത, അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത കുടുംബജീവിതത്തിലേക്ക് പോയി. ശേഷിക്കുന്ന ഒരാൾ ഇവരെത്ര കണ്ട് നിർബന്ധിച്ചിട്ടും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഞാൻ ഈ കുടുംബനാഥനോടും നാഥയോടും പറഞ്ഞു, ഞാൻ അന്നേ ഇത് കണ്ടതാണ്. നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ദുർമാതൃക കാട്ടിയപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വിവാഹ ജീവിതം സ്വീകരിക്കാൻ, സഭയിൽ വിവാഹിതരാകാൻ ആഗ്രഹമുണ്ടായില്ല. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു കുടുംബനാഥനും നാഥയും അല്ലെങ്കിൽ വിവാഹിതരായ ഭാര്യയും ഭർത്താവും മക്കൾക്ക് മുൻപിൽ ദുർമാതൃക നൽകുമ്പോൾ അവർ ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. കാരണം ഇന്ന് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയുമാണ്. പക്ഷേ മാതാപിതാക്കൾ തങ്ങളുടെ ദുർസാക്ഷ്യത്തിലൂടെ ദൈവത്തിൻ്റെ ഈ ഇച്ഛയ്ക്ക് തടസ്സം നിൽക്കുകയാണ്. ഇങ്ങനെ ദുർസാക്ഷ്യം നൽകുന്നവരെ സംബന്ധിച്ച് വചനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ട്. ദുർസാക്ഷ്യം നൽകുന്നവരുടെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് അവരെ താക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന അത്ര കണ്ട് കാർക്കശ്യത്തോടെ കർത്താവ് സംസാരിക്കുന്നു. മക്കളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്, പ്രത്യേകിച്ച് അവരുടെ നല്ല സാക്ഷ്യത്തിലൂടെ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്
നല്ലൊരു ചിത്രമാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കുമൊക്കെ മക്കളെ നയിക്കാൻ വേണ്ടി അവർക്ക് മക്കൾക്ക് മുൻപിൽ നൽകാൻ സാധിക്കുന്ന ഒരു ചിന്താശകലം, കുടുംബനാഥൻ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ മക്കളെ ഒന്നിച്ച് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. വിളിച്ചിട്ട് ആ മക്കളോട് സംസാരിക്കണം. മക്കളെ, നമ്മുടെ ഈ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ പപ്പ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? മക്കളായി നിങ്ങളോടൊക്കെ പപ്പായ്ക്ക് വലിയ സ്നേഹമാണ്. മമ്മിയെ ഒരു ദിവസം വീട്ടിൽ കണ്ടില്ലെങ്കിൽ, മമ്മി ഒരു യാത്രയ്ക്ക് പോയാൽ പപ്പയ്ക്ക് വലിയ വിഷമമാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളായ നിങ്ങൾ പപ്പയോട് സംസാരിക്കുമ്പോൾ പപ്പയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? മക്കളെ, പപ്പ നമ്മുടെ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. പപ്പ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുകയില്ല. നോക്കിക്കേ, ഈ മമ്മി പപ്പായുടെ നന്മ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിളമ്പുക. പപ്പായ്ക്ക് ഇതുപോലൊരു കാര്യം ചെയ്യാം. എന്താ? ആ കുടുംബനാഥ ഇല്ലാത്തൊരു അവസരത്തിൽ, അല്ലെങ്കിൽ ഉള്ള അവസരത്തിലായാലും കുഴപ്പമില്ല, മക്കളെ മാറ്റി നിർത്തിയിട്ട് ഈ മമ്മിയുടെ, സ്വന്തം ഭാര്യയുടെ നന്മ പറയണം. മക്കളെ, മമ്മിയുടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റണം. മമ്മി അതിരാവിലെ ഉണർന്ന് പാതിരാവരെ അധ്വാനിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കണം. നിങ്ങൾക്കൊരു അസുഖം വരുമ്പോൾ പപ്പയല്ല കൂട്ടിലിരിക്കുന്നത്, മമ്മിയല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റണം. ഇങ്ങനെ പപ്പയും മമ്മിയും പരസ്പരം തങ്ങളുടെ നന്മ പറയുമ്പോൾ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാകും. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പപ്പയും മമ്മിയും തമ്മിൽ ലൈനാണെന്ന് അവർക്ക് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് അവർക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലാകും. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, ഇങ്ങനെ ഭർത്താവ് ഭാര്യയുടെ നന്മ മക്കളുടെ മുൻപിൽ, ഭാര്യ ഭർത്താവിൻ്റെ നന്മ മക്കളുടെ മുമ്പിൽ ആത്മാർത്ഥതയോടെ തുറന്നു പറയുമ്പോൾ എത്ര കണ്ട് ഈ മക്കൾ ആ കുടുംബജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കും. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ മക്കൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ആ കുടുംബജീവിതത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ, ദുർമാതൃകകളുടെ എണ്ണം കൂടുന്നു. അത് കുടുംബത്തിലും കുടുംബത്തിന് പുറത്തും. നമ്മൾ കണ്ട ചിത്രീകരണത്തിൽ ആ മകൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇത് പറയുമ്പോൾ വിളിയില്ലാത്ത ചിലരെയൊക്കെ നിർബന്ധിച്ച് വിവാഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അവൾ വിവാഹത്തിന് സമ്മതിക്കാത്തതിന് കാരണം അവൾക്ക് വിവാഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടായതിനാൽ അതിനെ നിർബന്ധിക്കാൻ പാടില്ല. സഭ എപ്പോഴും മുടക്കുന്ന വിവാഹം എന്ന് പറയുന്നത് നിർബന്ധിക്കപ്പെട്ടുള്ള വിവാഹങ്ങളാണ്. എന്നാൽ അവളുടെ തെറ്റിദ്ധാരണ മൂലമാണ് വിവാഹത്തിന് സമ്മതിക്കാത്തതെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാം. ചില കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ജോലി ചെയ്യുന്ന കാലത്ത് കുടുംബത്തിനും അവരുടെ ദൈവികമായ സത്തയ്ക്കും പാടില്ലാത്ത ബന്ധങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ പെൺകുട്ടികളെയൊക്കെ പേടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഭീതി വിവാഹത്തിലേക്ക് പോകാനായിട്ട് അവരെ തടസ്സപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള തടസ്സങ്ങളാണ് വിവാഹത്തിന് സമ്മതം മൂളുന്നതിന് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നല്ല കൗൺസിലറുടെ അടുത്തേക്ക് അയച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് വേണം വിവാഹത്തിലേക്ക് അവരെ നയിക്കാൻ. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഏതായാലും ഇന്ന് യുവജനങ്ങളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ വലിയ മാതൃകയുണ്ടാവണം, അനുകരണീയമായ മാതൃകയുണ്ടാവണം. ഞാനതുകൊണ്ട് പറയും, നിങ്ങളുടെ ഒരു മകനെ, മകളെ വിവാഹത്തിലേക്ക് നയിക്കുന്നതിൻ്റെ തലേന്ന് അവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ സാധിക്കണം. അമ്മയ്ക്ക് മകളെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് നിർത്തിയിട്ട് പറയാൻ പറ്റണം, മകളെ, കടന്നുപോയ കാലങ്ങളിൽ നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ എങ്ങനെ ഒരു നല്ല ഭാര്യയായി, നല്ല അമ്മയായി, നല്ല കുടുംബിനിയായി ഇവിടെ ജീവിച്ചു എന്നത് നീ കണ്ടല്ലോ. അതുപോലെ നീ ചെന്നു കയറുന്ന വീട്ടിൽ നല്ല ഭാര്യയായി
അമ്മയായി, കുടുംബിനിയായി, മരുമകളായി ജീവിക്കണമെന്ന് ഈ കുടുംബനാഥയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ, സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിന് പറ്റുമോ? ഒപ്പം കുടുംബനാഥനും പറ്റണം. മകൻ്റെ വിവാഹമാണ്. തലേന്ന് അവനെ വിളിച്ചിരുത്തിയിട്ട് പറയണം, മകനെ, കടന്നുപോയ നാളുകളിൽ നിൻ്റെ പപ്പ എങ്ങനെ നല്ലൊരു ഭർത്താവായി, നല്ലൊരു അപ്പനായി, നല്ല കുടുംബനാഥനായി ഇവിടെ ജീവിച്ചു എന്നത് നീ കണ്ടല്ലോ. അതുപോലെ നല്ല ഭർത്താവായി, നല്ല അപ്പനായി, കുടുംബനാഥനായി നീ ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി ഈ കുടുംബനാഥന് സ്വന്തം മകനോട് പറയാൻ പറ്റിയാൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നല്ല കുടുംബജീവിതം നയിക്കാൻ തക്കവിധം ഇന്നത്തെ യുവജനങ്ങൾ മുന്നോട്ട് വരാൻ പ്രേരക ശക്തി ഇതുതന്നെയാണ്. ഇന്ന് നമുക്ക് വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള പരിശീലന പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ വേണ്ടതാ. പക്ഷേ സ്വന്തം കുടുംബത്തിൽ കൊടുക്കാത്ത മാതൃക മറ്റെങ്ങും കൊടുക്കാൻ പറ്റുകയില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്നതിനോട് കൂട്ടിച്ചേർക്കാൻ മാത്രമേ സഭയ്ക്കും മറ്റു പരിശീലകർക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടെ നമ്മുടെ വരും തലമുറയെ വിവാഹത്തിലേക്ക്, വിശുദ്ധമായ വിവാഹത്തിലേക്ക്, വിശുദ്ധമായ കുടുംബജീവിതത്തിലേക്ക് നയിക്കാം. ദൈവം അത് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മാതൃകകൾ നമുക്ക് നൽകാം, നല്ല മാതൃകകൾ നമുക്ക് നൽകാം. ഇന്ന് അത്തരത്തിൽ മക്കൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കാൻ തക്കവിധം നല്ല മാതൃക നൽകുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം നിങ്ങൾ പ്രേക്ഷകർക്ക് വലിയ പ്രചോദനമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അതുകൊണ്ട് തുടർന്ന് നമ്മൾ പോകുന്നത് അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിലേക്കാണ്. തീർച്ചയായും അവരുടെ സാക്ഷ്യം നമുക്ക് ശക്തി പകരും. ഉത്തമരായ മാതാപിതാക്കളായി മാറുന്നതിന് നമുക്ക് അത് സഹായകമാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവരെ ശ്രദ്ധിക്കാം. ഒമ്പത് 90 ഞങ്ങളുടെ വിവാഹം. 15/9/15 25 വർഷം പൂർത്തിയായി. ഞങ്ങളെല്ലാവരും കൂടി, ചേട്ടനനിയന്മാരും എല്ലാവരും ഇവിടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി നല്ല ഹാപ്പിയിൽ ഇവിടെ കൂടിയിരുന്നു എല്ലാവരും കൂടി. പിന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 25 വർഷമായി എന്ന് പറയുമ്പോൾ നമ്മൾ 25 ദിവസമാവാത്ത പോലെയാണ് മനസ്സിൽ തോന്നണത്. ഇപ്പോഴും ഒരു വർഷം തികഞ്ഞ പോലെ തോന്നണില്ല. നമ്മുടെ ഏത് പ്രതിസന്ധിയിലും, നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക മേഖലയിലായാലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലായാലും എൻ്റെ എല്ലാ ഇതും എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥനയും എനർജിയും ധൈര്യമൊക്കെയാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ 10-25 വർഷം പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ഒരു മക്കളായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ സുഹൃത്തുക്കളായിട്ടോ അതുപോലെ നമ്മുടെ സഹോദരങ്ങളായിട്ടോ ആരായിട്ടും ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് 25 വർഷം പൂർത്തിയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. 25 വർഷത്തെ ഈ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ ജീവിത പങ്കാളിയായാലും എൻ്റെ മക്കളായാലും ജീവിത പങ്കാളി കുടുംബമാണെങ്കിലും അവിടെ നിന്നൊക്കെ ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതൊക്കെ ഒരു ദൈവപരിപാലന, ഒരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ എന്തൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിലും അത് ഞാൻ പറയാതെ തന്നെ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് നടത്തിത്തരും. അതുപോലെ തന്നെയാണ് ജീവിത പങ്കാളിയുടെ കാര്യമായാലും അദ്ദേഹം ആഗ്രഹിക്കുന്നതിനേക്കാളും അതിൽ തന്നെ ഞാനും പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതൊന്നും നമ്മുടെ ഒരു കഴിവല്ല, ഒക്കെ ദൈവം നമുക്ക് അങ്ങനെ തരുന്നത്. അത് നമ്മുടെ സ്നേഹം എത്രത്തോളം നിലനിൽക്കുന്നോ അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് അതിൽ ദൈവം ഇടപെട്ട് നമുക്ക് അങ്ങനത്തെയുള്ള ചിന്തകളും അങ്ങനത്തെയുള്ള കഴിവുകളും നമുക്ക് ദൈവം തരുന്നത്. അതൊക്കെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു നൈറ്റി ആഗ്രഹിച്ചു എന്ന് വയ്ക്കുക. ഇന്ന കളറായിട്ട് ഞാനത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നൈറ്റി എനിക്ക് അന്നോ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരിക്കും. അതൊരു പ്രത്യേക ഒരു മൈൻഡാണ്. അതുപോലെ ഒരു ചെരുപ്പ് ഇപ്പം എനിക്ക് ചീത്തയായി, ഞാൻ ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കില്ല, പക്ഷേ അതാൾ മനസ്സിലാക്കി പോയി അത് ചെയ്തു തരും. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളായാലും അതെനിക്ക് ഇന്ന ഭക്ഷണം ഇപ്പം ഒന്ന് കഴിക്കണം എന്ന് തോന്നി,
അപ്പോൾ അത് ആൾ ചിലപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ചു വരുത്തും. ഇപ്പോൾ ടൗണിലേക്കാണെങ്കിൽ എന്നെ വിളിക്കും ആൾ, ഇന്നത് എനിക്ക് മേടിച്ച് തരണം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എന്താണാവോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോകും. പക്ഷേ ഞാനത് ആഗ്രഹിച്ച സാധനം എനിക്ക് വാങ്ങി തന്നിരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചുള്ള ജീവിതങ്ങൾ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 ചേട്ടനനിയന്മാരും അപ്പനും അമ്മയാണ്. 4 ചേട്ടനനിയന്മാരെന്ന് പറഞ്ഞാൽ മൂത്താൾ ഞാനാണ്. എൻ്റെ താഴെ എൻ്റെ 3 അനിയന്മാർ. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹോദരിമാരില്ല. എൻ്റെ വീട്ടിൽ ഒരു പെങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എൻ്റെ അനിയന്മാരോ ഞങ്ങളോ അറിഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ വിവാഹം കഴിച്ച് വരുമ്പോൾ, എൻ്റെ ഭാര്യ വരുമ്പോൾ അവർക്ക് കിട്ടിയത് എന്തോ ഒരു പ്രത്യേകത മാനസികാവസ്ഥയായിരുന്നു അവർക്ക്. ഒരു സഹോദരീനെ ഇല്ലാത്ത ഒരു സഹോദരി ഉണ്ടായ പോലെയുള്ള ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അവർക്ക്. ഭയങ്കര പ്രത്യേകമായൊരു സ്നേഹവും അതുമായിരുന്നു. അവളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ആങ്ങളമാരില്ലാത്തത് കൊണ്ട് 4 പെൺകുട്ടികളാണ് അവർ. 4 പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ആങ്ങളമാരില്ലാതെ ആങ്ങളമാരുടെ ഒരു സ്നേഹം എന്താണെന്ന് ശരിക്കും അറിയാണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ 4 ചേട്ടനനിയന്മാരല്ലേ, 3 അനിയന്മാരെ കിട്ടിയ ആ ഒരു സന്തോഷം, പ്രത്യേക സ്നേഹം, അതൊരു പ്രത്യേക അവസ്ഥയായിരുന്നു അവളിലും. എൻ്റെ ഭാര്യ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് അമ്മോട് പറയുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടും ഇതോടും കൂടി എൻ്റെ ഭാര്യയോടാണ് അവർ പറയുക. എന്ത് കാര്യമായാലും, ഭക്ഷണത്തിൻ്റെ കാര്യമായാലും വസ്ത്രങ്ങളുടെ കാര്യമായാലും എന്ത് പ്രശ്നമായാലും അവർ ഏറ്റവും കൂടുതൽ, ഇനിയിപ്പോൾ പുറത്തുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുകയാണെങ്കിലും ഒക്കെ കൂടുതൽ പറയാനും പങ്കുവയ്ക്കാനും എൻ്റെ ഭാര്യയാണ് അവർക്ക് കൂടുതൽ ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. അവരാ സ്നേഹം, അവരാ ഒരുമയും കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സൗന്ദര്യപ്പിണക്കങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ കുട്ടികളുടെ കാര്യം കാണുമ്പോഴാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞുണ്ടാവുക. അത് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അധികം നേരം ഇങ്ങനെ നീണ്ടുപോകാൻ എന്നെ കൊണ്ടും സാധിക്കില്ല. അത് കൂടുതൽ സമയം കൊണ്ട് നടക്കാൻ അവളെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ എനിക്കത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നിൽ അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടെ ഞാൻ തന്നെ അത് എങ്ങനെയും ചെയ്തു വരും. കാരണം ഞങ്ങൾ തമ്മിലായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടല്ല ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ പപ്പനെയും അമ്മേനെ എപ്പോഴും കണ്ടേക്കണം നല്ല സ്നേഹത്തിലാണ്. ഇനി എങ്ങാനും ഒരു തല്ലൂട്ടുണ്ടായെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പേരിലായിരിക്കും മിക്കതും ഉണ്ടായിരിക്കുക. അതിൽ ജസ്റ്റ് പ്രാർത്ഥനയ്ക്ക് ഉറങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, അല്ലെങ്കിൽ അവളെ തോണ്ടി അവനൊന്ന് തോണ്ടി അങ്ങനെ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും മിക്കതും ഉണ്ടായിരിക്കുക. പിന്നെ അവർ തമ്മിലുള്ള ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അമ്മയും പപ്പയും എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഒന്ന് തല്ലുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മ കുറച്ച് മിണ്ടാണ്ടിരിക്കും. കാരണം 2 കൈയും കൂട്ടിയിടിച്ചാലല്ലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് അമ്മ മിണ്ടാണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പപ്പയ്ക്ക് ചായ കൊണ്ടു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ജസ്റ്റ് തോണ്ടി അത് പിന്നെ അവർ ഓക്കെ ആക്കിക്കോളും. അധികമൊന്നും അവരുടെ പിണക്കങ്ങൾ അങ്ങനെ പോകണമെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ആളുടെ അടുത്ത് തട്ടി ഇങ്ങനെ മുട്ടിയും തട്ടി നിൽക്കും. കുറച്ച് നേരമൊക്കെ ചായയൊക്കെ കൊണ്ടുകൊടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ എന്നോട് പറയും, നീ ചായയൊക്കെ ഞാൻ കുടിക്കാം, നീ പൊക്കോ, പോയി നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്, അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറയും. അപ്പോൾ ആളി ഉമ്മർത്തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം, എനിക്കൊന്ന് സ്വസ്ഥത തായോ, എന്നെ വെറുതെ വിട്ടാൽ മതി കുറച്ച് നേരം, ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ട് എന്ന് പറയും. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പോയി എൻ്റേതായ കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇനി വല്ല ചായ വേണം, എനിക്കറിയാം ഇങ്ങോർക്ക് ഇന്നത് കിട്ടിയാൽ നേരത്തെ ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങനെ ഞാൻ മയത്തിലിങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്ന് ആ പിണക്കം ഞങ്ങൾ കൂടി വന്ന 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ള പിണക്കം. പപ്പയമ്മ അങ്ങനെ ഇപ്പൊ പിണങ്ങിരിക്കുകയാണെങ്കിൽ ഇപ്പൊ പപ്പ വല്ല പാട്ട് പൂമുഖവാദികൾ എന്ന് പറഞ്ഞ പാട്ട് പാടും. അത് പാടുമ്പോൾ തന്നെ ഓൾറെഡി അമ്മയ്ക്ക് ചിരിവള്ളി പൊട്ടും. അപ്പോൾ അതോടുകൂടി അവരുടെ പിണക്കം അങ്ങോട്ട് തീർന്നോളും. അവരുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം ഞങ്ങൾക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ പപ്പയും അമ്മയും ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പോലും ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പപ്പയും അമ്മയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അമ്മ എന്ന് പറയുന്നത് അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ
ഒരു കൊന്ത കഴിഞ്ഞ് എണീറ്റ് അതിൻ്റെ ഒപ്പം കിടക്കുമ്പോഴും കൊന്തെത്തിച്ചിട്ട് കിടക്കണം. അത് മാത്രമല്ല, എണീക്കുമ്പോൾ കൊന്തെത്തിച്ച് എണീറ്റ് പ്രാർത്ഥിച്ച് അമ്മ ഇപ്പോൾ ഒരു കഞ്ഞി വെക്കണ കാലം എന്തെടുക്കുകയാണെങ്കിലും യേശു എന്ന് പറഞ്ഞ ആ ഒരു ഞങ്ങളെപ്പോഴും കാണുന്നതാണ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. പിന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ പോയിട്ട് ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരുമ്പോഴും അമ്മച്ചി അവിടെ നിന്ന് കൊന്തെത്തിക്കണ്ടാവും. ഞങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു എക്സാം, നമുക്കൊരു ഇതാണ്, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അറിയാനുള്ളൊരു ഇതാണ്. അപ്പോഴും അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓൾറെഡി സമയം ഉണ്ടാവില്ല അമ്മയ്ക്ക്. അപ്പം അമ്മയുടേതായ പ്രാർത്ഥനയിലിരിക്കും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യം വന്ന് ഇപ്പോൾ പപ്പയ്ക്ക് എന്തെങ്കിലും പപ്പ വിളിച്ച് പറയും ഇന്നത് പോയി അടക്കി LIC അടക്കി അത് ഇതൊക്കെ പറയുമ്പോൾ അമ്മ ആ സമയത്ത് എനിക്ക് പോകുന്നല്ലാണ്ട് അപ്പോഴും അമ്മയുടെ കയ്യിൽ എപ്പോഴും ഒരു കൊന്ത ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മയുടെ കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും എവിടെയെങ്കിലും എപ്പോഴും ഒരു കൊന്ത ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, കുടുംബജീവിതം അങ്ങയുടെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. ഭാര്യയായി ഭർത്താവായി കുടുംബജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് മാതൃകയായി പ്രേരക ശക്തിയായി ഇന്നത്തെ മാതാപിതാക്കൾ മാറണമെന്നുള്ള കാര്യം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇന്നിൻ്റെ മാതാപിതാക്കൾ മക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക് മാതൃക നൽകുന്ന രീതിയിൽ ജീവിക്കാൻ തക്കവിധം അവിടുത്തെ കൃപ അവരിൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാനമാണ് വിവാഹമെന്നുള്ള ബോധ്യത്തിൽ ആരെയും നിർബന്ധിച്ചല്ല, നല്ല മനസ്സോടുകൂടെ പ്രാർത്ഥനാപൂർവം മക്കൾ വിവാഹത്തിലേക്ക് വരാൻ തക്കവിധം അവിടുത്തെ ഇടപെടൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.